നിങ്ങളെല്ലാം മറുപടി പറയണ്ട. അതുകൊണ്ട് പറയണ, എന്റെ യേശു പറഞ്ഞു, എനിക്ക് വാതിലിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എഴുതിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. പിശാചേ, നിന്റെ സ്വരം ഇവിടെ അവസാനിക്കട്ടെ. ഗ്ലോറി. നിങ്ങൾ പറയണ്ട, വചനം പറയട്ടെ, വചനം പറയട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, ഒരു സഹോദരി എന്നെ കാണാനായിട്ട് വന്നു. ഞാൻ അവരെ സുഖിപ്പിക്കാൻ പോയില്ല, പകരം ദൈവത്തിന്റെ വചനം ആസിഡീസ് അവരോട് പറഞ്ഞു. കാരണം മത്സ്യത്തെ കിട്ടിയാൽ തലോടി നിൽക്കുന്നതല്ലല്ലോ നമ്മുടെ പരിപാടി. മത്സ്യത്തെ കത്തിയെടുത്ത് വെട്ടി നന്നായിട്ട് ഒരുക്കി ഇതാ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കത്തക്ക രീതിയിൽ കൊടുക്കണം. ആ കൊടുക്കുന്നതിനിടയ്ക്ക് അവരുടേതായ ആ തെന്നൽ ജീവിതം കണ്ട് അവരെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുമ്പോ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ, യേശുക്രിസ്തു പരീശന്മാരോട് പറഞ്ഞ, അന്ന് ദേവദാസന്മാരോട് പറഞ്ഞ വാക്കുകൾ അവരോട് പറയാനായിട്ട് ഇടയായി. യേശു അവരെ ശാസ്ത്രം എങ്ങനെയാണ്, നിങ്ങളുടെ മനുഷ്യരുടെ മുമ്പാകെ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കത്തില്ല, കടക്കാൻ ആരെങ്കിലും വന്നാൽ നിങ്ങൾ കടത്തത്തുമില്ല. യേശു അവരോട് പറഞ്ഞപ്പോ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആ സഹോദരനോട് പറയാ, അവർ പോസിറ്റീവ് ചിന്താഗതിക്കാരാ, പോസിറ്റീവ് മാത്രമേ പറയൂ. ബ്രദറെ, നെഗറ്റീവ് പറയല്ലേ, നെഗറ്റീവ് പറയല്ലേ. ഞാൻ പറഞ്ഞ സഹോദരി, ഇത് എന്റെ വാക്കല്ല, വചനത്തിന്റെ അകത്താ. യേശുവോട് പോയി പറ, യേശുവോട് പോയി പറ, നെഗറ്റീവ് പറയല്ലേ എന്ന്. ഗ്ലോറി. കാരണം അവരെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത് നെഗറ്റീവ് പറയുന്നത്, പോസിറ്റീവ് മാത്രം പറഞ്ഞോന്ന്. ഗ്ലോറി. അല്ല, അത് യേശുവോട് പറ, എന്നോട് പറയല്ലേ. ഞാൻ യേശുവിന്റെ ദാസനായതുകൊണ്ട് യേശു എന്ത് പറഞ്ഞോ അത് ഞാൻ വീണ്ടും പറയും, ഞാനത് വീണ്ടും പറയും, ഞാനത് വീണ്ടും പറയും. ഗ്ലോറി. അല്ല, അത് തലോടി മാത്രം കൊണ്ടുപോകാനുള്ളതല്ല. യേശു ക്രിസ്തു വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് കുറവ് നിന്നെ കാണുന്നു. നെഗറ്റീവ് പറയും, എങ്കിലേ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. വീഡിയോ വെച്ചുകൊണ്ട് നടക്കുന്ന കൊച്ചുകൾ അപ്പം വീഡിയോയെ കുറിച്ച് പറയാതെ ഒന്ന് നന്നായിട്ട് പഠിക്കൂ എന്ന് പറഞ്ഞാൽ മതിയോ? ഈവൻ ഇവിടുത്തെ ഗവൺമെന്റ് പോലും ആ ബ്രാക്കറ്റിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു. ഗ്ലോറി. കർത്താവ് വാണിംഗ് കൊടുക്കുക, നീ മര്യാദയ്ക്ക് ആയില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് എടുത്ത് മാറ്റിക്കളയും. ഗ്ലോറി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മൾ സംസാരിക്കണ്ട, വചനം നമ്മളോട് സംസാരിക്കട്ടെ. ഗ്ലോറി. യേശുവിന്റെ അടുക്കൽ വിചാരിച്ചു വന്ന് യേശു എല്ലാത്തിനും ഉത്തരം പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു ജയം പ്രാപിച്ചു. സഹോദരി, നമ്മുടെ ജീവിതത്തിൽ അനുദിനം കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മളാണ് ഉത്തരം എഴുതുന്നത്, അതോ ദൈവവചനം നമ്മളിലൂടെ ഉത്തരം എഴുതുകയാണ്? നമ്മളാണ് ഉത്തരം എഴുതുന്നതെങ്കിൽ തോറ്റു. ദൈവവചനം നമ്മളിലൂടെ ഉത്തരം എഴുതട്ടെ, ദൈവവചനം നമ്മളിലൂടെ ഉത്തരം എഴുതട്ടെ. ഗ്ലോറി. നമ്മൾ സേഫാ. കാരണം ആരെന്ത് പറഞ്ഞാലും അവരോട് പറയേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്ന രാജാവിന്റെ വാക്കുകൾ വീണ്ടും പറയുന്നതേ ഉള്ളൂ. ഞാൻ ദൈവത്തിന്റെ ഒരു എക്കോ ആയി തീരുകയാ, അല്ലാതെ ഞാൻ എന്റെ ഒരു സാമ്രാജ്യമായി തീരുകയല്ല. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അവിടെ യേശു ക്രിസ്തു പറയുവാനുണ്ട്. അവിടെ ലൂക്കോസ് 20-ാം അധ്യായം 29-36 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ധ്യാനിക്കണം. അതിൽ ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ധ്യാനിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സംഭവത്തിൽ യേശു ക്രിസ്തു പറയുന്ന രംഗം അതിന്റെ 35-29 മുതൽ വായിച്ചാൽ. എന്നാൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവർ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു. അവളും 7 പേരും ചെയ്തു, മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവരിൽ ഏവനും ഭാര്യയാകും. 7 പേർക്കും ഭാര്യയായിരുന്നുവല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഇനിയാണ് നമുക്ക് ധാരാളം റെവലേഷൻസിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അതിൽ യേശുവിന്റെ വാക്കുകളൊക്കെ അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. ശ്രദ്ധിച്ചു കേട്ടോ. ആ ലോകത്തിനും, അത് ഏത് ലോകമാ? ദൈവ കുടുംബം, ദൈവരാജ്യത്തിന് യോഗ്യരായവർ. അപ്പൊ ദൈവരാജ്യത്തിന് എന്നാ ആവശ്യമുണ്ട്? ഒരു യോഗ്യത ആവശ്യമുണ്ട്. യോഗ്യരായവർ, മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് യോഗ്യരായവർ. എവിടുന്ന്? ഈ ലോക ജീവിതത്തിൽ നിന്ന്
ഈ ലോക ജീവിതത്തിൽ നിന്ന് ആ ലോക ജീവിതത്തിന് യോഗ്യരായവർ താഴേക്ക്. ഈ ലോകത്തിന്റെ മക്കൾ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകപ്പെടുകയുമില്ല. അതായത് ജനത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭൂമിയിലെ കുടുംബങ്ങൾ ഇഷ്ടമാതിരി ഉണ്ടല്ലോ, അവിടെ ചെന്നാൽ ഇതേപോലെ ഒരു ഭാര്യയും കുഞ്ഞും ഒരു ചെറിയൊരു കാറും ഒക്കെ ആയിട്ട് അസുഖമായിട്ട് ജീവിക്കാന്നാ പലരും ചിന്തിക്കണേ. എന്നാൽ കർത്താവ് പറയാം, അവിടെ ഇങ്ങനെ വിവാഹം കഴിക്കുന്ന പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഒറ്റ കുടുംബമാണ്, ദൈവത്തിന്റെ കുടുംബം. ദൈവം പിതാവ്, നിങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ. ദൈവ സ്നേഹത്തിൽ ജീവിക്കാനുള്ള ക്രമീകരണം അവിടെ. അല്ലാണ്ട് അവിടെ ഈ വക സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല. കാരണം അവിടെ ചെന്നപ്പോൾ അവിടെയും ഭാര്യയും ഭർത്താവും കാരണം അവിടെ 7 ഭർത്താക്കന്മാരില്ലേ, അപ്പൊ ഈ സ്ത്രീ അങ്ങ് വിഷമിച്ചു പോവല്ലോ എന്നൊക്കെയാണ് ഇവരുടെ ചിന്ത. കർത്താവ് തിരുത്തുകയാ. താഴേക്ക്. അവർക്കിനി മരിപ്പാനും കഴിയില്ല, അവർക്കിനി മരിപ്പാനും കഴിയത്തില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകിയാൽ. പുനരുത്ഥാന ദാസന്മാർ, പുനരുദ്ധാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും. ഓ മൈ ഗോഡ്, ശ്രദ്ധിച്ചേ, നമ്മുടെ രൂപം മാറി, രൂപം മാറി. ഇത് നമ്മൾ സോൾ ബീയിങ്സ്. ഇപ്പോ സോൾ ബീയിങ്സ്, മനുഷ്യൻ ജീവനുള്ള ദേഹിയായിരുന്നു. മൃഗങ്ങൾ എന്ന് വെച്ചാൽ അവര് ജഡരൂപികളാ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവുണ്ടെങ്കിലും അവൻ സോൾ രൂപിയ. ഉൽപ്പത്തി 2:7 പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇവിടെ പറയാണ് അവർ ദൈവദൂത തുല്യരും. ദൈവദൂതന്മാർ സോൾ രൂപികളല്ല, ആത്മരൂപികളാ. ആത്മരൂപികളാ. അതിന്റെ അർത്ഥം സോൾ രൂപികളായി നമ്മൾ ആത്മരൂപികളായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. മനസ്സിലായോ? സോൾ രൂപികളായ നമ്മൾ ആത്മരൂപികളായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയാണോ? ദൈവദൂത തുല്യരാണോ, അതോ മനുഷ്യപുത്ര തുല്യരോ? ഇനിയിപ്പോ പേര് കൂടി മാറാൻ പോവാ. നേരത്തെ മനുഷ്യപുത്രന്മാരായിരുന്നെങ്കിൽ ഇപ്പൊ ഇനി അടുത്ത താഴേക്ക് അവർ ദൈവദൂത തുല്യന്മാരും. അവർ ദൈവദൂത തുല്യരും, സ്പിരിറ്റ് ബീയിങ്സും, ദൈവപുത്രന്മാരും. ദൈവപുത്രന്മാരുമായിരിക്കും. മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു ദൈവിക കുടുംബത്തിലേക്ക്. മനസ്സിലായോ നിങ്ങൾക്ക്? എനിക്ക് വലിയ സന്തോഷം ഇതൊക്കെ കാണും കേട്ടോ. ഗ്ലോറി ടു ഗോഡ്. അതിന് ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ കേട്ടു. ഗ്ലോറി ടു ഗോഡ്. അപ്പൊ അതിന് യോഗ്യത വേണമെന്നും കേട്ടു. അതുകൊണ്ട് ആ വെളിപ്പാട് 1:7 പറയുന്നത് ജയിക്കുന്നവൻ, അതായത് യോഗ്യരാകുന്നവർ, യോഗ്യരാകുന്നവർ അവർ എന്റെ മക്കളായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇത് യേശുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചു, വിശ്വാസം നാം ദൈവത്തിന്റെ മക്കളാ. അത് തെളിയിച്ചാൽ മതി. നമ്മുടെ വിശ്വാസം ജെന്യുനാണെന്ന് തെളിയിച്ചാൽ മതി. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ഇത് ആത്മാവിലെ ശരീരം പോലെ ദുർലഭമാണ്. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ വിശ്വാസം ജെന്യുനാണെന്ന് തെളിയിച്ചാൽ മതി. അത് ജെന്യുനാണെന്ന് തെളിയിക്കുവാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ യോഗ്യത തെളിയിക്കുവാനുള്ള സ്ഥലമാണ്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് എല്ലാം അതിനുള്ള ക്രമീകരണങ്ങളാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, അപകട മേഖല എന്ന് പറയുന്നത്, നിങ്ങൾ സത്യം കേട്ടാൽ അത് വിശ്വസിച്ച് സ്വീകരിച്ചോളണം. സത്യം കേട്ടിട്ട് വിശ്വസിച്ച് സ്വീകരിക്കാതെ നാം ഇരുന്നാൽ നാം അപകട മേഖലയിലായി. സത്യം കേട്ട് കഴിഞ്ഞാൽ സത്യം വിശ്വസിച്ച് അല്ലെങ്കിൽ സത്യത്തെ സ്നേഹിച്ച് സ്വീകരിച്ചു കൊള്ളണം. എന്താ സത്യം? നിന്റെ വചനമാകുന്നുവല്ലോ സത്യം. അത് കേട്ടാൽ ഉടനെ തന്നെ അതെന്റെ യേശുവാണോ പറഞ്ഞെന്ന് ഉറപ്പാണെങ്കിൽ സ്വീകരിച്ചോണം. അടുത്ത നിമിഷം വെയിറ്റ് ചെയ്ത അപകടമായി. വെയിറ്റ് ചെയ്താൽ നാം അപകട മേഖലയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. അതിനോട് മറുക്കരുത്, അതിനെ സ്വീകരിച്ചു കൊള്ളണം. അല്ല എങ്കിൽ സ്പിരിറ്റ് ഓഫ് എറേഴ്സ്, ഈവിൾ സ്പിരിറ്റിന്റെ
ദൈവിക പ്രവർത്തനങ്ങളെന്ന് നടിക്കുന്ന ദൈവിക പ്രവർത്തനങ്ങളിൽ നാം അകപ്പെട്ടു പോകും. അവിടെ നമുക്ക് മനസ്സിലാകത്തുമില്ല, നാം വീഴുകയും ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ കർത്താവ് പറയുന്നത്, സത്യത്തെ സ്നേഹിച്ച് സ്വീകരിക്കാത്തത് മൂലം. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇന്ന് നിങ്ങൾ സത്യം കേട്ടാൽ ഇന്ന് സ്വീകരിച്ചോളാം, അല്ലെങ്കിൽ അവരുടെ മേലേക്ക് നമ്മൾ ചാടിപ്പോകും. നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തോ സംഭവിക്കുന്നതെന്ന്. എല്ലാറ്റിലും പേരുണ്ടാകും യേശു ഒന്ന്, എല്ലാറ്റിലും ഉണ്ടാകും സുവിശേഷം ഒന്ന്, എല്ലാറ്റിലും ഉണ്ടാകും ആത്മാവ് ഒന്ന്. എന്നാൽ പൗലോസ് ഭയപ്പെടുകയാ. ഞാൻ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിന്റെ എരിവോടെ എരിയുന്നു. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു, ഞങ്ങൾ പറയാത്ത മറ്റൊരു സുവിശേഷം, ഞങ്ങളുടെ വ്യാപരിക്കുന്ന മറ്റൊരു ആത്മാവ്, ഇതിന് നിങ്ങൾ വഴിവെച്ച് കൊടുക്കുകയും ചെയ്യും. അത്ഭുതം. പ്രിയരെ, ശ്രദ്ധിച്ചുകൊള്ളുക. ഈ ലോക ജീവിതത്തിൽ യേശുവിന്റെ വചനം, സത്യവചനം നിങ്ങൾ കേട്ടാൽ യേശുവിന്റെ ഒരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം ഒന്നും അവസാനിപ്പിക്കാതെ ആരംഭിക്കാറില്ല. അവസാനിപ്പിച്ചിട്ടേ ആരംഭിക്കും. അവിടെ അജയം. യേശയ്യാ 46:10 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹി ഡിക്ലെയർസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. ദൈവം ആദിയിൽ തന്നെ അവസാനം അങ്ങ് പ്രഖ്യാപിക്കും. അതിന് പറയും, എന്റെ ആലോചനയ്ക്ക് ഒരു മാറ്റവും വരത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ രീതി നമ്മുടെ രീതിയും വായിച്ചു. 46:10. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയുകയാണ്, ആരംഭത്തിൽ തന്നെ അവസാനം പ്രഖ്യാപിക്കുന്ന വ്യക്തിയാണ് ദൈവം. ഗ്ലോറി. അതിന് പറയാ, ഞാൻ അങ്ങനെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആലോചന നിവൃത്തിയാകുകയും ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. അതിന്റെ അർത്ഥം, ദൈവം അവസാനിപ്പിച്ചിട്ടേ ആരംഭിക്കത്തുള്ളൂ. ഗ്ലോറി. അവസാനിച്ചിട്ടേ അത് ആരംഭിക്കത്തുള്ളൂ. ഇതേ മെത്തേഡാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോഴും സ്വീകരിച്ചത്. അവസാനിപ്പിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പി. ശ്രദ്ധിക്കുക. ഇവിടെ സമ്പൂർണ്ണ ബൈബിൾ 1-4 വാക്യത്തിൽ കർത്താവ് അവസാനിപ്പിച്ചു. നമ്മുടെ 3-ാമത്തെ പുസ്തകത്തില്, ഫാദേഴ്സ് ബിസിനസ് എന്ന 3-ാമത്തെ പുസ്തകത്തിലെ ചാപ്റ്ററും കൂടിയാണ് സമ്പൂർണ്ണ ബൈബിൾ 1-4 വാക്യത്തിൽ. യേശുക്രിസ്തു പഴയ നിയമം പുതിയ നിയമം 1-4 വാക്യം കൊണ്ട് അവസാനിപ്പിക്കുക. അതിലെ 12-ാം വാക്യമാണ്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, മനുഷ്യർക്ക് ചെയ്യുവിൻ. ഇത് സന്ദേശം പഴയ നിയമത്തെ കുറിച്ചാട്ടോ. ഞാൻ പണ്ട് ചിന്തിച്ചത് ഇത് പുതിയ നിയമത്തിന്റെ ഭാഗമാണെന്ന്. തുടർന്ന് കർത്താവ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായേ, താഴേക്ക് എഴുതിയിരിക്കുക, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. എന്തുവാ ന്യായപ്രമാണം പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ? എന്ത് ന്യായപ്രമാണം? ജനറലി നമ്മൾ പറയുന്ന ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ മോശ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ,
ആവർത്തനം. പിന്നെ പ്രവാചകന്മാർ, ഹിസ്റ്ററി അടക്കം, ജോഷുവ മുതൽ മാലാക്കി വരെ. ഗ്ലോറി. കർത്താവ് പറയുക, അതായത് ഹോൾ പഴയ നിയമം ഇത്രയേ ഉള്ളൂ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യും. ഗ്ലോറി. ഹല്ലേലൂയ. ഈ കഷായമൊക്കെ വറ്റിച്ച് അവസാനം ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കി എടുക്കുന്നത് പോലെ ഇതാ കർത്താവ് മൊത്തം വറ്റിച്ച് 39 ദിവസങ്ങൾ വറ്റിച്ച് ഇതാ ഒരു പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് ഇതാ പോക്കറ്റിലിട്ടോ തരിക ഇല്ലേ. നേരത്തെ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് ഓഫീസുകളിലൊക്കെ എന്തൊക്കെ ഫയൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ ഫയലായിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചോട്ട് പോകണമായിരുന്നു ഇല്ലേ. ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി കഴിയുമ്പോൾ ഒരു കൊച്ചി USB-യിലാക്കിയിട്ട് പോക്കറ്റിലിടാം. മനസ്സിലായോ? ഒരു കൊച്ചി മെമ്മറി ചിപ്പിലാക്കിയിട്ട് പോക്കറ്റിലിട്ട് പോവാ. ഇത് കർത്താവ് ഇതാ മൊത്തത്തിനെ ചെറുതാക്കി ഒറ്റ വാക്യത്തിൽ ഇത് മുഴുവൻ കൊള്ളിച്ചു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യും. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, പഴയ നിയമത്തിൽ എവിടെയാ ജീവിക്കുന്നത്? ആരുടെ മുമ്പിലാ? മനുഷ്യരുടെ മുമ്പിലാണ് ജീവിക്കുന്നത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അവർക്ക് ചെയ്യും. ദൈവം മനുഷ്യരോട് ഇടപെടുന്നത് എങ്ങനെയാ? ലെറ്റർ. ഹല്ലേലൂയ. തന്റെ എഴുത്തുകൾ മുഖേന. ഗ്ലോറി. എന്നാൽ പഴയ നിയമം കഴിഞ്ഞു. ഇനി അടുത്ത ഏത് നിയമമാണ്? പുതിയ നിയമം. ഈ പുതിയ നിയമം കർത്താവിനെ വിനീഷ് ചെയ്യാനായിട്ട് ഒരു വാക്യം പോലും വേണ്ട, 4 വാക്യം മതി. കർത്താവ് അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. അവസാനത്തിൽ നിന്ന് കർത്താവ് ആരംഭിക്കുക. വായിച്ചേ. 13-ാം വാക്യമാണ്. ഇനി 12 കഴിയാൻ പിന്നെ 13 വായിച്ചു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. കഴിഞ്ഞു. ഈ വാക്യം വെളിപ്പാട് ദിവസം 21-22 ക്ലോസ് ചെയ്ത് അപ്പുറം പോയി. ഇടുക്കുവാതിലൂടെ ദൈവരാജ്യത്തിൽ കടപ്പിൻ. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാം പിടുത്തം കിട്ടിയോ? സംഭവം കഴിഞ്ഞു. അതിന്റെ ലക്ഷ്യം ഇടുക്കുവാതിലൂടെ ദൈവരാജ്യത്തിൽ കടക്കുക. ഇതാണ് പുതിയ നിയമം ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ദൈവരാജ്യം വെച്ചാൽ ദൈവം പിതാവായ ആ വീട്ടിൽ നിങ്ങൾ കടക്കുക. എങ്ങനെ? ഇടുക്കുവാതിലൂടെ കിടക്കുക. അതിന്റെ അർത്ഥം കുഞ്ഞേ, ഇനി നീ മനുഷ്യരുടെ മുമ്പാകെ അല്ല, ഇനി നീ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കേ. തുടർന്ന് ആ ദൈവത്തെ നീ മനുഷ്യരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കേ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. 2 സംഭവങ്ങൾ മാറി. പഴയ നിയമത്തിൽ മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കുന്നു, മനുഷ്യരോട് യുദ്ധം. പിശാചിനോട് കൂട്ടിയോട് യുദ്ധമില്ല, ലോകം കൊടുക്കുന്നു മനുഷ്യർക്ക്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോ ഇനി നീ ലോകത്തെ സ്നേഹിക്കരുത്. ഇനി നീ മനുഷ്യരോടല്ല യുദ്ധം, ഇനി നിനക്ക് ജഡരക്തങ്ങളോട് യുദ്ധമില്ല, ഇനി നിനക്ക് പിശാചിനോട് കൂട്ടിനോടാണ് യുദ്ധം. അതായത് നീ പിതാവിന്റെ ഭവനത്തിലേക്ക് വരാൻ തടസ്സം മനുഷ്യരല്ല, പിതാവിന്റെ ഭവനത്തിലേക്ക് വരാൻ തടസ്സം പിശാചാണ്. മനുഷ്യർ നിന്നെ ലോകത്തിലേക്ക് വലിക്കത്തുള്ളൂ. അപ്പോൾ നിന്നെ ഉടുപ്പിടിക്കണവര് പൊളപ്പും കൂടി വിട്ടുകൊടുത്തിട്ട് നീ വീട്ടിൽ പോക്കോ, അതങ്ങ പോക്കോ. ഈ പോണ വഴിക്ക് പിശാച് നിന്നെ തടുക്ക്. അതുകൊണ്ട് മനുഷ്യരോട് യുദ്ധം വേണ്ട, പിശാചിനോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട് എല്ലാം നിനക്ക് യുദ്ധമാ. നീ യുദ്ധം ചെയ്ത നീ നിന്റെ പിതാവിന്റെ വീട്ടിൽ ചെല്ലും. 2 ഡയറക്ഷനാ. ഒന്ന് മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കുന്നു, ഇതാ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഇത് കുറച്ച് കഴിയുമ്പോൾ അഭിനയത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യക്തത കിട്ടും എന്തുവാ ദൈവം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹൃദയം ആസിറ്റീസ് നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ഇവിടെ കർത്താവ് അനവധി പ്രാവശ്യം പറയുന്നുണ്ടതിൽ ചതിക്കപ്പെടരുത് മക്കളെ, ചതിക്കപ്പെടരുത്. കാരണം എന്താണെന്നറിയാമോ? ചതിയം ഭരിക്കുന്ന ലോകമാണിത്. അവൻ പ്രഭാപൂരമായ മാലാഖയുടെ വേഷമണിയും അവന്റെ പണി തന്നെ ചതിക്കുക എന്നുള്ളതാണ്. എഞ്ചിനീയറുണ്ട്, ഡോക്ടറുണ്ട്, പള്ളിയിലച്ചനുണ്ട്, കപ്പിയാരുണ്ട്, ഇല്ലേ? പല ആളുകളുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, അക്കൗണ്ടന്റുമാരുണ്ട്. ഇവർക്കെല്ലാം അവരുടെ പേരനുസരിച്ചാണ് ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള പ്രൊഫഷൻ. അതുകൊണ്ട് പിശാചിനും ദൈവത്തിനും പേരിട്ടിരിക്കുന്നു ചതിയൻ. അവന്റെ പണി അവൻ വിശ്വസ്തയോടെ ചെയ്യുന്നു. മനസ്സിലായോ? അവന്റെ ഏരിയ എന്തോരമുണ്ട്? ഒരു സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഈ തിരുവല്ലയുടെ ചെറിയ ഭാഗങ്ങൾ, പിന്നെ അടുത്തടുത്ത ഭാഗങ്ങൾ വേറെ സബ് ഇൻസ്പെക്ടർ. ഇപ്പൊ ഇനി സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ ആ ഏരിയ കൂടി 3-4 സ്റ്റേഷനുകൾ ഒരുമിച്ച് ആ സർക്കിളിലുള്ളതെല്ലാം ഹാൻഡിൽ ചെയ്യണം, ഇല്ലേ? അങ്ങനെ ഇവർ IG ആണെങ്കിൽ ഇപ്പോൾ കേരളം മുഴുവൻ ഹാൻഡിൽ ചെയ്യണം. ഇപ്പൊ പിശാചിന്റെ ഏരിയ എന്തോരാണെന്ന് വചനം പറയുന്നത് അറിയാമോ? വെളിപ്പാട് 12 പറയുകയാണ്, സർവ്വലോകത്തെയും ചതിക്കുന്ന പിശാച്. ഗ്ലോറി. അവൻ ഉറങ്ങുകയല്ല കേട്ടോ, അവൻ 24 മണിക്കൂർ ആക്റ്റീവാണ്. കാരണം അവന്റെ ജീവപ്രശ്നമായത്. അവന് ബോധമുണ്ട് അവന്റെ ജീവപ്രശ്നമാണെന്ന്. അവനറിയാം എന്ന് ദൈവമക്കൾ കടന്നു വരുന്നു അന്ന് അവന്റെ ന്യായവിധിയാണ്. ന്യായവിധിയല്ല, ന്യായവിധി നടപ്പിലാക്കും.
ന്യായം നേരത്തെ കഴിഞ്ഞു. നിഗളിച്ചിട്ട് പിശാചിന് വരാൻ പോകുന്ന ശിക്ഷാവിധിയല്ല, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യന് വരുന്നത്. നിഗളിച്ചിട്ട് പിശാചിന് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു, അതിൽ അകപ്പെടും. അവനറിയാം അവനെ തീപ്പൊയിലേക്ക് എടുത്ത് എറിയാൻ പോവുക ദൈവമക്കൾ വന്നു കഴിഞ്ഞാൽ. ഗ്ലോറി. അപ്പൊ ദൈവമക്കളാണ് അവന്റെ ശിക്ഷയുടേതായ അവന്റെ പുറകിലുള്ള പ്രശ്നം ദൈവമക്കൾ വെളിപ്പെടരുത്. ഗ്ലോറി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പറയുന്ന പസ്കോറിന് 6-ാം തീയതി ചോദിക്കുന്നത്, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങളെന്ന് സഭയിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞങ്ങൾക്ക് അതൊന്നും അറിഞ്ഞൂടെ, ഞങ്ങൾക്ക് ആപ്പതേ വേണ്ട ഡെലിവറൻസാ. ഗ്ലോറി. ഹല്ലേലൂയ. അങ്ങനെയല്ല, നമ്മൾ ഇനി ദൈവത്തിന്റെ വചനം പറയുന്നു, ആദ്യ വചനം വിട്ട് ക്രിസ്തുവിനെ കുറിച്ച് ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ചിന്ത ആസിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അപ്പനോട് കൂടെ മൂത്ത ജ്യേഷ്ഠനായ രക്ഷകനായ യേശുവിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കണം. കാന്തനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കാന്ത. അതാണ് സഭ. കാന്തന്റെ ഇഷ്ടം മനസ്സിലാക്കാം, മനസ്സ് മനസ്സിലാക്കാം. ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ല ഭാര്യ. ഒരു നല്ല സഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനസ്സ് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ല സഭ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, പിശാച് ഇതാ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാ. ഇതുകൊണ്ട് ദൈവത്തോട് പറഞ്ഞത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ, അറിയണം, നിർബന്ധമായി അറിയണം. അല്ലെങ്കിൽ ഇന്ന് തോറ്റ് കിടക്കുന്ന പോലെ തോറ്റ് കിടക്കും. സ്വർഗരാജ്യം പിശാച് മറച്ചിട്ടു നമ്മളകത്ത് വെളിപ്പെടുന്നുണ്ടോ? വെളിപ്പെടുന്നില്ല. ഗ്ലോറി. ഹല്ലേലൂയ. പ്രശ്നത്തോടെ ഞാൻ വീണ്ടും വീണ്ടും പറയുക, അതിനെ നാം വെളിപ്പെടുത്തണം. നമ്മുടെ ബൈബിൾ കോളേജിലെ സിലബസിൽ ദൈവരാജ്യം കൊണ്ടുവരണം. യേശുവിന്റെ ഏക സബ്ജക്റ്റായ ദൈവരാജ്യം നമ്മുടെ ബൈബിൾ കോളേജിലെ സിലബസിൽ വരണം. ഗ്ലോറി. ഹല്ലേലൂയ. പൗലോസ് പ്രസംഗിച്ചത്, ഫിലിപ്പോസ് പ്രസംഗിച്ചത്, യേശു പ്രസംഗിക്കാൻ പറഞ്ഞത്, നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞത്. ഗ്ലോറി. അപ്പോസ്തലപ്രവൃത്തി ആരംഭിച്ചത്, അപ്പോസ്തലപ്രവൃത്തി അവസാനിക്കുന്നത്. ഗ്ലോറി. നമ്മളുടെ സിലബസിൽ വരണം. അതിന് ഇനിയും മറച്ചിടാൻ പിശാചിനെ അനുവദിക്കരുത്. ദൈവരാജ്യവും മറച്ചിട്ടിരിക്കുകയാ, അത് കാണരുത്. പകരം ലോകരാജ്യം തുറന്നിട്ടിരിക്കുകയാ. ഹലോ, ലോകം കൊണ്ടാ ദൈവരാജ്യം മറക്കുന്നത്. കുഞ്ഞേ ശ്രദ്ധിച്ചേ, ഈ ദൈവദാസൻ ഇരിക്കുന്നിടത്താ ദൈവരാജ്യം. ഞാൻ ദൈവത്തിന് മുഖം തെളിഞ്ഞിരിക്കുക, ഇവിടെയാ ലോകരാജ്യം. അമ്മേ, ഈ ഭാഗം മറച്ചിട്ടിരിക്കുന്നു. എന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന ലോകം. ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നു. ഹായ് ഹായ് ഹായ്. ഞാൻ ജീവിതകാലത്ത് ദൈവരാജ്യം കാണത്തില്ല. ജീവിതകാലത്ത് ദൈവരാജ്യം കാണത്തില്ല. ജീവിതകാലത്ത് ദൈവരാജ്യം കാണത്തില്ല. കാണണമെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ നിന്റെ ചിന്തകൾ തലതിരിയെ, നീ മാനസാന്തരപ്പെട്. നീ തിരിയെ, നീ തിരിയെ, നീ തിരിയെ. ഒറ്റ കാര്യം കർത്താവ് പറഞ്ഞോളൂ, മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതാ പൗലോസും യേശുവും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നേ, ലോകത്തെ തലകീഴായി മറിക്കുന്നവർ. ഏതാ ലോകം? ഏതാ ലോകം? ഇത് ഭൂമിയാ. ഇത് ഭൂമിയാ. ലോകം ഇരിക്കുന്നത് എന്റെ ഹൃദയത്തിലാ. ലോകത്തിന്റെ സമ്പ്രദായം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാ. ലോകം എന്ന് പറഞ്ഞാൽ ഈ സോളുകളായി ലോകം, ഈ ഹൃദയമായി ലോകം എന്ന് പറയുന്നത് ആ സിസ്റ്റം. അതിനെ സ്നേഹിക്കുന്ന കർത്താവ് സിസ്റ്റത്തെ വിട. അത് ചതിക്കുന്ന സിസ്റ്റം. അത് നിന്നെ ദൈവത്തിന് അകറ്റത്തേ ഉള്ളൂ, അകറ്റത്തേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞ ലോകത്തോട് നീ സ്നേഹിക്കല്ലേ. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതമാ. സ്നേഹിക്കല്ലേ, നീ തിരിയെ. ഗ്ലോറി. ഹല്ലേലൂയ. ലോകത്തിന്റെ ചിന്ത, ലോകത്തിന്റെ സംസ്കാരം എല്ലാം ദൈവം വെച്ചതിനെതിരാ. ദൈവം വെച്ചതിനെതിരാ. മനുഷ്യനെ ലോകം നേടാൻ പിശാച് കൊണ്ടുപോകുന്നു. അവസാനം അവൻ നേടിയതൊന്നും, എന്തൊക്കെ നേടിയോ അതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ ഒന്നുമില്ലാത്തവനായി, ജഡം ഒന്നിനും ഉപകരിക്കുന്നതിനായി ഇവിടെ അവസാനിച്ച് അവനൊരു മണ്ടനെ പോലെ അവൻ പോകുന്നു. അമ്മേ, എന്നാ കർത്താവ് പറഞ്ഞതുപോലെ അവൻ തിരിഞ്ഞാൽ, ദൈവത്തിന് മുമ്പാകെ ജീവിച്ചാൽ അവൻ ജയം പ്രാപിച്ചവനായി അവന് കടന്നു പോകാം. ജയം പ്രാപിച്ചവനായി അവൻ തിരിഞ്ഞാ മതി. ആ നിമിഷം അവന് സ്വർഗം ഉറപ്പാ. ദൈവം ഇതാ ക്രൂശിലെ കള്ളൻ, അവനൊന്ന് തിരിഞ്ഞേ ഉള്ളൂ ക്രൂശിലെ കള്ളൻ. ഗ്ലോറി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്രൂശിലെ കള്ളനെ? ആദ്യ 2 കള്ളന്മാർ. ഈ 2 കള്ളന്മാർക്കും ആദ്യം അവർ ജീവിച്ച മുഴുവൻ ലോകത്തിലാ. അവർക്ക് ലോകത്ത് ജീവിക്കാൻ വേണ്ടി അവരും പ്രാർത്ഥിച്ചു. അവർ ലോകത്ത് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നീ ദൈവോത്തരമെങ്കിൽ നീയും ഇറങ്ങുക, ഞങ്ങളെയും രക്ഷപ്പെടുത്തുക.
എന്നിട്ട് എങ്ങോട്ട് ജീവിക്കാനാ? ലോകത്ത് ജീവിക്കാൻ. അപ്പൊ അവരുടെ ദർശനം മുഴുവൻ ഇരിക്കുന്ന ലോകമാണ്. കുറച്ചു നേരം യേശുവിനോട് ക്രൂശി കിടന്നപ്പോ രണ്ടുപേര് രണ്ടിടത്തേക്ക് നോക്കിയേ. ഒരു കള്ളൻ അതുകൂടി ഇതുകൂടി പോകുന്ന പരീക്ഷന്മാരെയും പടയാളികളെയും ഒക്കെ നോക്കി അവര് പറഞ്ഞ പോലെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കള്ളൻ ആ ക്രൂശി കിടന്നുകൊണ്ട് യേശുവിനെ നോക്കി. യേശു നോക്കിയപ്പോ ആ കള്ളൻ കാണുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈ യേശുവിനോട് കൂടെ ഇത് അല്പനേരം ക്രൂശി കിടന്നപ്പോ ഒരുവന്റെ ദർശനം മാറി. നേരത്തെ ലോകത്ത് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഇപ്പൊ പ്രാർത്ഥിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഓർക്കണേ. ഇപ്പൊ അവന്റെ ആഗ്രഹം ലോകത്ത് ജീവിക്കാനല്ല, ദൈവത്തോടുകൂടെ ജീവിക്കാനാ. അവന്റെ ദർശനം മാറിപ്പോയി, ദർശനം മാറി. ഇനി എനിക്ക് ഇവിടെ അല്ല ജീവിക്കണ്ടേ, എനിക്ക് ദൈവത്തോടുകൂടെ ജീവിച്ചാൽ മതി. കർത്താവ് പറഞ്ഞു, എന്ന് നീ എന്നോട് ഇവിടെ പ്രതീക്ഷയിലുണ്ടാവും. ഗ്ലോറി, ദർശനം മാറി. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ ഒരു ദർശനം മാറ്റം നമുക്കുണ്ടാകണം. യഥാർത്ഥ ദൈവഭക്തന് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു താല്പര്യം ഉണ്ടാകും. നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാം. യഥാർത്ഥ ദൈവഭക്തന് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു താല്പര്യമില്ല. അവന് നേരെ അവന്റെ അപ്പന്റെ അടുത്ത് പോയാൽ മതി. ഗ്ലോറി, ഹല്ലേലൂയ. ദർശനം മാറിയില്ലേ നമുക്ക് അവനവനെ ചെക്ക്, ആരും കയ്യൊന്നും നോക്കണ്ട, അവനവനെ ചെക്ക് ചെയ്താൽ മതി. ഹല്ലേലൂയ. അവൻ ഇവിടെ ജീവിക്കാൻ ആഗ്രഹമില്ല, അപ്പന്റെ അടുക്ക പോയാൽ മതി. നിങ്ങൾ ചോദിക്കുക, അതെങ്ങനെയാ? നിങ്ങൾ പൗലോസിനെ നോക്കുക, പൗലോസിനെ നോക്കുക. ശരീരം വിട്ട് കർത്താവോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഉത്തമമല്ല, അത് അത്യുത്തമമാണ്. അതിന്റെ അർത്ഥം ശരീരം വിട്ട് മരിച്ച് പിതാവിന്റെ അടുക്കിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നേ. ഇതാണ് ഒരു ദൈവമൈതാന്റെ ആഗ്രഹം, ഇവിടെ ജീവിക്കാനല്ല. പിന്നെ ഞാൻ ഇവിടെ ജീവിക്കുന്നതോ നിങ്ങൾക്ക് പ്രയോജനം, നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ ദൈവത്തിന് മുമ്പാകെ ജീവിച്ച് എന്റെ ശരീരത്തിലൂടെ ഇതാ ദൈവത്തിന്റെ അരുളപ്പാട് നിങ്ങൾക്ക് വരുന്നു, അത് നിങ്ങൾക്ക് പ്രയോജനം. കാരണം ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. പോകുന്നതിന് മുമ്പ് ഈ പിശാചിനെ ചെലവിനെയും കൂടെ വലിച്ചോണ്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്ന ഏറ്റവും നല്ല ദിവസം, ഞാൻ പറഞ്ഞല്ലോ, വചനം പറയുന്നത് നിന്റെ ജന്മദിവസത്തേക്കാൾ നല്ല ദിവസം കുഞ്ഞ് നിന്റെ മരണ ദിവസം. ഹല്ലേലൂയ. സമോസങ്ങി ഏതാ പറയുന്നത്? 7:1 ഈ പറഞ്ഞേ. ഹല്ലേലൂയ. ജന്മദിവസത്തേക്കാൾ നല്ല ദിവസമോ മരണ ദിവസം? അതിന് 7:8 പറയുക. ആരംഭത്തേക്കാൾ നല്ല അവസാനം. The end of a thing is better than its beginning. ആരംഭത്തേക്കാൾ നല്ല അവസാനം. ഹല്ലേലൂയ. ജന്മദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസം. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അല്ലേ പറയാറുള്ളൂ, അല്ലേ? ഹാപ്പി ഡെത്ത് ഡേ പറയാറുണ്ടോ? പറയാറില്ലല്ലോ. എന്നാൽ സ്വർഗത്തിൽ ഹാപ്പി ഡെത്ത് ഡേ ആണ്. സങ്കീർത്തനം 115 പറയാം, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്, വിലയേറിയത്. സഹോദരങ്ങളെ, നിങ്ങള് ജനിനാണോ എന്ന് നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യാം. മരണം എന്ന് പറയുമ്പോൾ സന്തോഷാകത്ത് വരുന്നെങ്കിൽ യു ആർ ജെന്യൂൻ. ഹല്ലേലൂയ. കാരണം ഞാൻ എങ്ങോട്ട് പോകാൻ പോവാ? എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ. പരദേശവാസം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ പോകുക. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ ഒരു രീതിയിലേക്ക് നാം വളരണം. മനസാന്തരപ്പെടാൻ നമ്മൾ വളരത്തില്ല. കാരണം നമ്മുടെ സകല ശുശ്രൂഷകൾ ലോകത്ത് വലുതാകാനാ. പിന്നെ ഈ ലോകത്തൊന്ന് പോകാൻ എന്താ ഇത്ര മടി എന്ന് പറയണോ? എന്നത് എൽപ്പി, ലോകത്തുനിന്ന് പോകാൻ എന്താ ഇത്ര മടി? എനിക്കുള്ളത് മുഴുവൻ ലോകത്തില്ല. എന്റെ ബാങ്ക് അക്കൗണ്ട്, എനിക്കുള്ളവരും, എനിക്ക് എന്റെ സമ്പാദ്യവും, ഞാൻ ജീവിതകാലം മുഴുവൻ LKG പോയതും UKG പോയതും പഠിച്ചതും പാസ്സായതും മേടിച്ച ട്രോഫിയും, ഞാൻ ഉണ്ടാക്കി വെച്ച നിലക്കെട്ടിടങ്ങളും, ഞാൻ ഉണ്ടാക്കിയ എല്ലാ എന്നെ ആരാധിക്കുന്ന ആ ബില്യങ്ങൾക്ക് എല്ലാം ഇവിടെയാ. ഇത് വിട്ടിട്ട് പോണോന്ന് പറയുമ്പോ എനിക്കങ്ങ് സഹിക്കാൻ വയ്യ. പിടിച്ചോടി മോളെ എന്ന് പറയുന്ന അവിടെ വെച്ചാ. അല്ലാത്തവൻ പറയാ, ഡാഡി ഐ ആം കമിങ്, ഐ ആം കമിങ്, ഞാൻ നല്ല ഓട്ടോടി, ഓട്ടം തികച്ചു, ഇനി എനിക്കായി വച്ചിരിക്കുന്നു. Are you dare to say that? Hallelujah, hallelujah. മരണം നോക്കുമ്പോ സന്തോഷിക്കണം. ഈ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, ആ ചേട്ടനോ അച്ഛനോ ആരാണ്ട് ദുബായിക്ക് പോകും, ഭയങ്കര സന്തോഷം. ആ സന്തോഷം ഉണ്ടായിക്കോട്ടെ. അപ്പൊ പോകാൻ നേരത്തെ ഒരു സന്തോഷം.
ദുബായിക്ക് പോകുമ്പോഴുള്ള സന്തോഷമല്ല, അപ്പന്റെ വീട്ടിൽ പോകുമ്പോഴുള്ള സന്തോഷം എന്തായിരിക്കും? എന്താണ് അല്ലേ? അപ്പന്റെ വീട്ടിൽ പോകുമ്പോഴുള്ള സന്തോഷം, അപ്പച്ചനോട് കൂടെ വസിക്കാനുള്ള സന്തോഷം, ജയം പ്രാപിച്ച് പോകുന്ന സന്തോഷം. കാരണം അപ്പൻ സന്തോഷിക്കുക, എന്റെ ഭക്തന്റെ പറഞ്ഞ എനിക്ക് വിലയേറിയാന്ന് പറഞ്ഞ് അപ്പനോട് സന്തോഷിക്കുക. ഗ്ലോറി. മക്കൾക്ക് ഇതേ സന്തോഷം ഉണ്ടാകണം. ലോകം വെറുക്കുക. ഗ്ലോറി. അവരുടെ ലോകം ജയില കൊല്ലാൻ ഒരുത്തരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അതിനു മുമ്പ് ഒരു ജയിലിൽ കൊണ്ടിടും, എന്നിട്ടല്ലേ നമ്മൾ തൂക്കുകൊല്ലുന്നേ. ഇതേപോലെ കൊല്ലാൻ വിധിച്ചവൻ ഇട്ടിരിക്കുന്ന ജയിലാണ് ലോകം. ഇന്ന് ഇത് മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് റോമ 8:1 അനേകരെ അറിവില്ലായ്മ കൊണ്ട് പിശാച് തെറ്റിച്ച് കളയാ. റോമ 8:1 ക്രിസ്ത്യാനികളുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധി ഇല്ല. അറിവില്ലാത്തത് കൊണ്ട് ധരിച്ചു കളയുക എന്തോ സംഭവം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അതിൽ നിന്നൊരു റിലീസ് തരാൻ പോവാ. വചനം സത്യമാണ്, പക്ഷെ എന്താ സംഭവം എന്ന് ദൈവജനത്തിന് അറിഞ്ഞുകൂടാ. സഹോദരങ്ങളെ, ഓൾറെഡി ഈ ലോകം ശിക്ഷയിലാണ്. ഉൽപ്പത്തി 2:17 വചനപ്രകാരം ഈ ലോകം ശിക്ഷയിലാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ അഭിനയിച്ച് കാണിക്കാം. എങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം ഒരു കാര്യം ചെയ്തോളൂ, പറയാൻ പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. ഈ ക്ലാസിന്റെ മുകളിൽ ഒരാൾക്ക് വേണ്ടി ഞാൻ തയ്യാറാ. ഇവിടെ സംസാരിക്കാൻ തയ്യാറാ. നിങ്ങൾ അവസാനം നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തന്നിട്ടേ പോകത്തുള്ളൂ. നോ പ്രോബ്ലം. ഓക്കെ. എല്ലാവർക്കും ദേവദാസൻ മനസ്സിലാക്കി. ദേവദാസന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ദേവദാസൻ ഇരിക്കുക, അത് എഴുതി തരിക, നമുക്ക് ക്ലിയർ ചെയ്യാം. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ. ഉൽപ്പത്തി പുസ്തകം 2:7 ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 2:7 ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അവർക്ക് കൊടുത്ത കൽപ്പന, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. ഗ്ലോറി. ശരിയാണോ? ഗ്ലോറി. അപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നാൽ എന്ത് പറ്റും? ഒന്ന് ഉറക്കെ ശബ്ദം ഉയർത്തുന്ന വായിച്ചാട്ടെ. ഇത് മൈക്ക് തരാം. ഗ്ലോറി. ഞാൻ നേരത്തെ മുതൽ പറഞ്ഞു, എന്നെ വിശ്വസിക്കല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകത്തെ വിശ്വസിച്ചുകൊള്ളുക. ഗ്ലോറി. ഹല്ലേലൂയ. വായിച്ചാട്ടെ. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നിനക്ക് എന്ത് പറ്റും? നീ മരിക്കും. ദൈവം മരിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കോ ഇല്ലയോ? അനുസരണക്കേട് കാണിച്ചാൽ മരിക്കും. ഹല്ലേലൂയ. ഇനി പ്രിയരെ ശ്രദ്ധിക്കുക. ആദം ആ വൃക്ഷഫലം കഴിച്ചു. മരിച്ചോ ഇല്ലയോ? മരിച്ചു. മരിച്ച ആദം വീണ്ടും 930 വർഷക്കാലം ജീവിച്ചല്ലോ. ആത്മീയമായി മരിച്ചു. ദൈവം അങ്ങനെയാണോ പറഞ്ഞേ? തിന്നുന്ന നാളിൽ നീ ആത്മീയമായി മരിക്കുമെന്നാണോ പറഞ്ഞേ? പിന്നെന്താ പറഞ്ഞേ? നീ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടാ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 3 പാർട്ടാ: സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. അപ്പൊ നീ മരിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പാർട്ട് മരിക്കണം? 3 പാർട്ട് മരിക്കണം. ആത്മാവ് മരിക്കണം, ദേഹം മരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഈ 3 പാർട്ടും മരിക്കണം. പക്ഷെ ഉൽപ്പത്തിയിൽ എന്ത് മാത്രമേ മരിച്ചോളൂ? ആത്മാവ് മാത്രമേ ഉൽപ്പത്തിയിൽ മരിച്ചോളൂ. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇവിടെ സംഭവിച്ചത്
ദൈവത്തിന്റെ വാണിംഗ് ലംഘിച്ചതോടെ മരണദൂതന് ആദത്തിന്റെ മേൽ അധികാരമായി. റോമലേഖനം 5-ാം അധ്യായം പറയുകയാണ്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കയറി. മനുഷ്യനാണ് കയറ്റിയത്. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളിൽ ചിലരുടെ സഹായം ആവശ്യമാണ്. കാരണം ആത്മലോകത്തെ കാര്യങ്ങൾ മനുഷ്യ മനസ്സിന് മനസ്സിലാകുവാൻ പ്രയാസമാണ്. എന്നാൽ അതിനെ സാധിപ്പിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും യേശു ഒരു സമയത്ത് യേശു ചെയ്തൊരു കാര്യം, അവിടെ നിന്നൊരു ശിശുവിനെ വിളിച്ച് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഈ ശിശുവിനെ പോലെ നിങ്ങൾ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ആരോടാ പറഞ്ഞതെന്നറിയാമോ സഹോദരങ്ങളെ? എനിക്ക് പലപ്പോഴും വേദനയുണ്ട്. യേശു പറഞ്ഞത് ദൈവവചനം പ്രസംഗിക്കുന്നവരോടാ, ശിഷ്യന്മാരോടാ യേശു പറഞ്ഞ. മത്തായി 18 ശിഷ്യന്മാരെ, ദൈവരാജ്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരെ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ രക്ഷിക്കപ്പെടത്തില്ലെന്നല്ല പറഞ്ഞേ, സ്വർഗരാജ്യം അവകാശം ആക്കത്തില്ല. ആദ്യം നമ്മൾ തിരിഞ്ഞ് താഴ്ന്നുള്ളവരാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, യേശു അങ്ങനെ അഭിനയത്തിലൂടെ കാര്യങ്ങളെ കാണിച്ചു കൊടുത്തു. യോഹന്നാനെ ചിത്രീകരണത്തിലൂടെ കാണിച്ചു കൊടുത്തു. വെളിപ്പാട് പുസ്തകം കാണിച്ചു കൊടുക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇതേപോലെ ചില വ്യക്തികളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. എങ്കിലേ മുന്നോട്ടേക്ക് പോകുവാനായിട്ട് കഴിയുള്ളൂ. ബ്രദർ, മുന്നോട്ടേക്ക് പോകാം. Come. Oh Jesus, I thank you. നിങ്ങൾ ദൈവവേലയിൽ സഹകരിക്കുകയാണ്. സന്തോഷത്തോട് കൂടെ അത് ചെയ്താണ്. ശ്രദ്ധിച്ചേ, Glory, hallelujah. മനുഷ്യനെ പ്രതികരിച്ചുകൊണ്ടുള്ള ആദമാണ്. ഈ ആദത്തോട് ദൈവം പറയുകയാണ്, Glory, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. Glory. Oh Jesus. ജീവന്റെ വൃക്ഷം. Glory. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതാണ് അപ്പോ ഏദൻ തോട്ടം. ദൈവം ആനന്ദ സൃഷ്ടിച്ച് ആക്കി വെച്ച സ്ഥലമായി ഏദൻ തോട്ടം. ഇവിടെ വെച്ച് പറയുകയാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിന്റെ അർത്ഥം, അത് തിന്നാൽ മരണദൂതന്റെ കൈ നിന്റെ മേത്ത് വീഴും. മനസ്സിലായോ? തുടർന്ന് ആദം, ഇതാണ് മരണദൂതൻ, പിശാച്. ഇത് ആദം. നന്മ തിന്മ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുകയാണ്. അതോടുകൂടെ ആരുടെ കൈ ഇവന്റെ മേൽ വീഴാം? മരണദൂതന്റെ കൈ വീഴാം. കാരണം യൂണിവേഴ്സിറ്റി ജഡ്ജി കൽപ്പിച്ചിരിക്കുക, നന്മ തിന്മകളെ കുറിച്ച് അറിവ് വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും. സംശയം അങ്ങനെയാണോ? അല്ല, മരിക്കും നിശ്ചയം. വചനം ആ സിറ്റീസ് എടുക്കുക. മരിക്കും നിശ്ചയം. അങ്ങനെ നമ്മൾ നിയമം ലംഘിച്ചാൽ, നമ്മൾ റോഡിലൂടെ ഉള്ളൊരു നിയമം ലംഘിച്ചാൽ ഉടനെ നമുക്കെതിരെ എന്ത് കടന്നു വരും? ഒരു കുറ്റപത്രം ഉണ്ടാവും. ശരിയാണോ? ജഡ്ജിയുടെ നിയമം ലംഘിച്ചാൽ ഒരു കുറ്റപത്രം ഉണ്ടാകും, നിയമം ലംഘിച്ചാൽ. അതേപോലെ ഈ വ്യക്തി ഇത് കഴിച്ചതോടുകൂടെ ഇവനെതിരെ ഇതാ ഒരു കുറ്റപത്രം കടന്നു വരികയാണ്. ഗ്ലോറി. ഉൽപ്പത്തി 2:17 പ്രകാരം ദൈവകൽപ്പന ലംഘിച്ചത് മുഖേന ഇവനെതിരെയുള്ള കുറ്റപത്രമാണ് ഉണ്ടായിരിക്കുന്നത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ ഇവന്റെ മരണം ഇവന്റെ ന്യായമായിട്ടുള്ള കാര്യമല്ലേ? ഉടനെ ഇത് ലംഘിച്ചതോടുകൂടെ മരണദൂതന്റെ കയ്യ് ഇവന്റെ മേൽ വീണു. ഇവനിൽ മരണം ആരംഭിക്കാൻ തുടങ്ങി. ഗ്ലോറി. ഇവനിൽ മരണം ആരംഭിക്കുകയാണ്. ഇതാ ഇവന്റെ ആത്മാവിൽ ഇവൻ ദൈവവുമായി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. മരണം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് ഇവൻ
ലോകത്തിലേക്ക് തള്ളപ്പെട്ടു. ഇവനെ എടുത്ത ശരീരം എടുത്ത് ലോകത്തിൽ ഈ ഭാഗത്തേക്ക് പോകാം. ലോകത്തിലേക്ക് തള്ളപ്പെട്ടു. ഇങ്ങോട്ട് തിരിഞ്ഞില്ല, അങ്ങോട്ട്. ലോകത്തിലേക്ക് ഇവരെ ആ ഭാഗം. ലോകത്തിന്റെ പിശാചിന്റെ ആത്മാവിന്റെ മറ്റൊരു പേരാ ലോകത്തിന്റെ ആത്മാവ്. ആമേൻ, ഹല്ലേലൂയ. ഇവൻ ലോകത്തിലേക്ക് തള്ളപ്പെട്ടു. ഇപ്പോ ഇനി ഇവന്റെ ജീവിതത്തിൽ ഇവന്റെ ആത്മാവിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. ഇനി എന്തൊക്കെ മരിക്കാൻ ബാക്കിയുള്ളത്? ഇനി ബാക്കിയുള്ളത് ദേഹിയും ദേഹവുമായി. ഈ ശിക്ഷ നടപ്പിലാക്കിയ കൈ പിടിച്ചോ. ഇതാണ് പിശാചിന്റെ ബലം. ഇതാണ് മനുഷ്യനിലുള്ള പിശാചിന്റെ ബലം, മനുഷ്യനെതിരെയുള്ള കുറ്റപത്രം. ആമേൻ. ഉൽപ്പത്തി 2:17 പ്രകാരമുള്ള കുറ്റപത്രത്തിൽ ഇതാ ആദം ഇതാ ലോകത്തിലേക്ക്, ലോകമെന്ന തടവറയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി ഈ പിശാചിന് അല്ല എങ്കിൽ ഈ മരണദൂതന് ഇതാ ആദത്തെ അല്ലെങ്കിൽ ആദത്തിന്റെ ഉള്ളിലുള്ളവരെ മുഴുവൻ, ആദത്തിനുള്ളിൽ ആരൊക്കെയുണ്ട്? സർവ്വലോകം ആദത്തിന്റെ ഉള്ളിലുണ്ട്. സർവ്വലോകാദത്തിന്റെ ഉള്ളിലുണ്ട്. ആമേൻ. ഞാൻ ഒരിക്കല് എന്റെ മോളോട് ഒരു ചോദ്യം ചോദിച്ചു, ഹു ആർ യു എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ കുസൃതി ചോദ്യം ചോദിച്ചതാ. അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ആം ഡോട്ടർ ഓഫ് ഷാജി ആൻഡ് ഷീബ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ് ബോൺ ബൈ ഷാജി ആൻഡ് ഷീബ. അപ്പോ ഞാന് ചിന്തിച്ചു, ഇതേ ചോദ്യം അവളുടെ അമ്മ എന്റെ ഭാര്യയായ ഷീബയോട് ചോദിച്ചാ ഷീബ പറയുന്നൊരു കാര്യമുണ്ട്, മോളെ നീ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ പറയും, ഞാന് എന്റെ അമ്മയിൽ നിന്നാ, ഞാൻ എന്റെ അമ്മയുടെ ഉള്ളിൽ നിന്നാ. അപ്പോ ആ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മ പറയും, ഞാൻ എന്റെ അമ്മയുടെ ഉള്ളിൽ നിന്നാ വന്നേ. അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചാൽ ഞാൻ എന്റെ അമ്മയുടെ ഉള്ളിൽ നിന്ന്, എന്റെ അമ്മയുടെ ഉള്ളിൽ നിന്ന്. അങ്ങനെ അവസാനത്തെ വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തി പറയും, ഞാൻ ഹവ്വയുടെ ഉള്ളിൽ നിന്നാ വന്നേ. അമ്മേ, ഹവ്വയോട് ചോദിച്ചു നീ എവിടെ നിന്നാ വന്നേന്ന് ചോദിച്ചാൽ ഹവ്വ പറയും, ഞാൻ ആദത്തിന്റെ ഉള്ളിൽ നിന്നാ വന്നേ. മനസ്സിലായോ? അപ്പൊ സർവ്വലോകവും എവിടെ ഉണ്ടായിരുന്നു? ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആദം വെളിയിലിറങ്ങിയപ്പോൾ, ആദം പാപം ചെയ്ത് വെളിയിലിറങ്ങിയപ്പോൾ ഇതാ നമ്മളെ എല്ലാം കൊണ്ടാ വെളിയിലിറങ്ങിയേ. ഒരു ഗർഭിണിയായ സ്ത്രീയെ തന്റെ വയസ്സിൽ കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ ഏതൻ തോട്ടത്തിൽ നിന്ന് നമ്മളെ എല്ലാം കൊണ്ട് ആദം വെളിയിലിറങ്ങി മരണത്തിന്റെ സോണിലേക്ക് കയറി. ഇന്ന് സർവ്വലോകവും മരണത്തിന്റെ കീഴിൽ കിടക്കുക. മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കീഴിൽ കിടക്കുക. പിശാചിന്റെ ബലം നമുക്കെതിരെയുള്ള ഈ കുറ്റപത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. നമ്മൾ ചോദിക്കുക, തിന്നുന്ന നാളിൽ നീ മരിച്ചില്ലല്ലോ. തിന്നുന്ന നാളിൽ ഇതാ മരണം ആരംഭിച്ചു. പാപവും മോഹവും, പാപവും മരണവും എല്ലാം ഇത് ഒരു ക്രമേണയാ. ഗ്ലോറി. മോഹൻ ഗർഭം ധരിച്ച് പാപം പൂർണ്ണ വളർച്ചയെത്തി മരണം. ഇതൊക്കെ ക്രമേണയാ. ഇത് ആത്മാവിൽ മരിച്ചു, ആ മരണം ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഇതാ മരണദൂതൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുക, ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ കയ്യിൽ നന്നായി ഒരച്ചാ മതി, ഇതാ ചെളി ഇളകുന്നത് കാണാം. ചെളി ഇളകുന്നത് കാണാം. ഞങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികൾ പറയാറുണ്ട്, അടുത്തിരിക്കുന്നതിന്റെ തുടയിൽ നന്നായിട്ട് ഒരച്ചിട്ട് പറയും, പോയി കുളിച്ചിട്ട് വേണം. ശരിക്കും അത് അഴുക്കല്ല, എന്നാൽ ഒരു അല്പം അഴുക്കുണ്ട്. അത് ഡെഡ് സ്കിന്ന, ചത്ത തൊലി ഇളകണത് അത് നമ്മൾ തിരുമുമ്പോ. മനസ്സിലായോ? കാരണം ഈ ലോകത്തിൽ മരണം വ്യാപരിക്കുകയാ, പിശാച് മരണം വ്യാപരിപ്പിക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെ സർവ്വ മനുഷ്യരും മരണത്തിന്റെ കീഴിലായി കിടക്കുകയാ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, പിശാച് തന്റെ ന്യായം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ സ്കിന്നും 23 മുതൽ 29 ദിവസത്തിനുള്ളില് ഇന്നത്തെ സ്കിൻ അവിടെ ഉണ്ടാകത്തില്ല. ഇത് പോകും, ഇത് ചത്തുപോകും, സെല്ലുകൾ ചത്തുപോകും. കാരണം ഇവൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സെല്ലുകൾ ചത്തുപോയതിനു ശേഷം ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ അകത്തൊന്ന് പുതിയ സെല്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതായത് നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നു, പുറത്ത് മരണം വ്യാപരിക്കുന്നു. ലോകത്തിലേക്ക് തൊടുന്നതെല്ലാം മരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നഖം അകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കളറ് മാറാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണം വന്നുകൊണ്ടേയിരിക്കുക. കാരണം ഇവിടെ മരണം, ഈ മരണവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആത്മാവിൽ മരിച്ച അത് ഇതാ ലോകത്തിലോട്ട് ഇറങ്ങി. ഇതാ ഒരു ദിവസം കൊണ്ട് ആദത്തിന്റെ മരണം പൂർത്തിയാകുക. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ദിവസമല്ല ദൈവത്തിന്റെ ദിവസം. നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറാ. എന്നാൽ 2 പീറ്ററിൽ പറയുന്ന ഒരു കാര്യം, 2 പത്രോസിൽ പറയുന്ന കാര്യമുണ്ട്, ദൈവത്തിന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷം പോലെയാ. 1000 വർഷം പോലെയാ. 1000 വർഷം തികയുന്നതിന് മുമ്പ് ഇവന്റെ ന്യായവിധി പൂർത്തിയായി.
ഇവന്റെ ശരീരം ഇവിടെ വീണു. ഇതാ ഇവന്റെ ദേഹി ഇതാ പാതാളത്തിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ ആത്മാവ്, മനസ്സ്, ശരീരവും മരണം പൂർത്തിയായി. ഈ മരണത്തിന്റെ പേരാ ഒന്നാം മരണം. ഇത് ബൈബിളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ബൈബിളിൽ രണ്ടാം മരണമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ രണ്ടാം മരണത്തിന് മുമ്പ് ഒരു ഒന്നാം മരണമുണ്ട്. രണ്ടാം ക്ലാസ്സിന് മുമ്പ് ഒരു ഒന്നാം ക്ലാസ് ഉണ്ട്. ഗ്ലോറി. ഒന്നാം മരണം കഴിഞ്ഞവർക്കാണ് രണ്ടാം മരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ജീവിച്ച വ്യക്തിയുടെ പേരെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? മെതുശല എത്ര വർഷം ജീവിച്ചു? 969. അദ്ദേഹം പോലും ദൈവത്തിന്റെ ഒരു ദിവസം ക്രോസ് ചെയ്തില്ല. ഗ്ലോറി. ഹല്ലേലൂയ. അതിനു മുമ്പ് സകല മാനവരാശിയോ ഇതാ അതിന്റെ പോലെ പിശാചിന്റെ ശിക്ഷ നടപ്പിലാക്കി. ഇവനെ തിരിച്ചു കൊണ്ടുവരാൻ നിവർത്തിയില്ല. കാരണം ഇവനെ പിടിച്ചിരിക്കുന്നത് ന്യായമായിട്ടാണ്. ഇതാ അവൻ മരണമെന്ന ശിക്ഷാവിധിയിലാണ് ഈ മനുഷ്യരെല്ലാം ആയിരിക്കുന്നത്. ഗ്ലോറി. എന്നാൽ ഇവനിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ആദ്യം ഈ കുറ്റപത്രത്തിലെ ശിക്ഷ ഏറ്റെടുക്കണം. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്ന ആ വ്യക്തിയുടെ പേര് യേശു ക്രിസ്തു. കാൽവരി ക്രൂശിൽ യാഗമായി. ദൈവത്തിന്റെ വചനം കൊളോസ്യയിലെ 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത് അറിയാമോ? വാഴ്ചകളെയോ അധികാരങ്ങളെയോ ആയുധവർഗം വേപ്പിച്ച് ഹല്ലേലൂയ അവരെ പരസ്യമായി കാഴ്ചയാക്കി. നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്തുകൾ ക്രൂശിൽ തറച്ച് നീക്കിക്കളഞ്ഞു. ഈ കൈയെഴുത്ത പ്രശ്നം ഇത് നീക്കിക്കളഞ്ഞു. അങ്ങനെ മരണത്തിനധികം അടിമകളായിരുന്നവര്, മരണത്തിന് ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവര് ഓക്കെ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? സന്തോഷമുണ്ടോ? അതുകൊണ്ട് ക്രിസ്തേശുവിലുള്ളവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. കഴിഞ്ഞു. ശിക്ഷ അവസാനിച്ചു. ഇത് മടക്കി കൊണ്ടുപോയി യേശു. ഇതിന്റെ ശിക്ഷ യേശു കാൽവരിയിൽ ഏറ്റെടുത്തു. മനസ്സിലായി? ഈ കുറ്റപത്രത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. അങ്ങനെ സകലരെയും വിടുവിച്ചു. മരണത്തിന്റെ അധികാരിയെ പിശാചിനെ മാനവകുലത്തെ മുഴുവൻ വിടുവിച്ചു. അതുകൊണ്ട് ക്രിസ്തേശുള്ളവർക്ക് ഇനി ശിക്ഷ ഇല്ല. കാരണം അവർ ഓൾറെഡി ശിക്ഷയിലായിരുന്നു. ഹലോ, അവർ ഓൾറെഡി ശിക്ഷയിലായിരുന്നു. ആ ശിക്ഷയിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചു. കർത്താവ് പുതിയ സൃഷ്ടിക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണവും കാൽവരി ചെയ്തു. അത് പറഞ്ഞു it's finished. Now you can restart your project. ഏത് പ്രൊജക്റ്റാ? നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ കേൾക്കത്തില്ലേ, മനസ്സിലാകത്തില്ല. ഏത് പ്രൊജക്റ്റാ? ദൈവപുത്രന്മാരുടെ നിർമ്മാണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ സ്റ്റോപ്പ് ആയെങ്കിൽ ഇതാ കാൽവരി ക്രൂശിലെ മരണത്തോടെ ചേർന്ന് ആ നിർമ്മാണം വീണ്ടും ആരംഭിക്കാം. ഒരു ക്രിസ്തുവിലായാൽ അവൻ പഴയ സൃഷ്ടിയുടെ എക്സ്റ്റൻഷൻ ആയി എന്നല്ല. കാരണം പഴയ സൃഷ്ടി മരിച്ചു. ഇത് പുതിയ സൃഷ്ടിയായി. ഇത് പുതിയത് അവനെ കൈക്കൊണ്ടത് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കിട്ടി. ആ ദൈവ മക്കളായ അധികാരം നമുക്ക് ഓരോരുത്തർക്കും തരികയാണ്. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾ ആ 2 ഭാഗം സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഇനി ഞാൻ വിളിക്കാട്ടോ. ഗ്ലോറി. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ. പഴയ സൃഷ്ടി, പുതിയ സൃഷ്ടി നിങ്ങൾ ധാരാളമായി മനസ്സിലാക്കേണ്ടതാ. പക്ഷേ കമ്പിവാചകത്തിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ചിത്രം നിങ്ങളൊന്ന് ഏറ്റെടുത്തോളുക. Oh, glory to God. Hallelujah. Jesus. Yes, is already on the. Very. Glory. Hallelujah.